Assalamualaikum warahmatullahi wabarakatuh. Bismillah, walhamdulillah, assalatu wassalamu ala asyrafil mursalin wa ala alihi wa sahbihi ajma'in, amma ba'd. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദ് അവറുകൾ, മറ്റേ എൻ്റെ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, മുൽഹിറുസുന്ന ദർസ് വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന ഈദ് റബീൻ്റെ പ്രോഗ്രാമിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. സ്നേഹമാണ് ഇസ്ലാം എന്ന വിഷയത്തെക്കുറിച്ച് അല്പം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ, ആമീൻ. സ്നേഹമാണിക്ക ചുവറുകളാൽ തീർത്ത സ്വർഗ മണിമാളികയാണ് വിശുദ്ധ ഇസ്ലാം. സ്നേഹം ഇസ്ലാമിക വീടിൻ്റെ അടിത്തറയാണ്. ഒരു ഭാഗത്ത് അല്ലാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹം, ഒപ്പം അവിടുത്തെ കുടുംബത്തോടുമുള്ള സ്നേഹം. മറ്റൊരു ഭാഗത്ത് മാതാപിതാക്കളോടും ഗുരുക്കളോടുമുള്ള സ്നേഹം. വേറൊരു ഭാഗത്ത് ജാതി മതഭേദമന്യേ മാനുഷിക സ്നേഹം. മറ്റൊരു വശം സഅജീവി സ്നേഹം. എല്ലാം ഭദ്രമെങ്കിലേ വിശുദ്ധ ഇസ്ലാമാകുന്ന മണിമാളികയിലെ സുഖജീവിതം രുചിക്കാനാവോ? അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് തുടങ്ങാം. ഒരു യഥാർത്ഥ വിശ്വാസി അള്ളാഹുവിനെ സ്നേഹിക്കുന്നവൻ മാത്രമാണ്. അതാണ് വിശുദ്ധ ഖുർആൻ അടിവരയിട്ടത്, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മുത്തുനബിയെ സ്നേഹിക്കാത്തവൻ യഥാർത്ഥ വിശ്വാസി അല്ലേയല്ല. അത് അവിടുന്ന് തന്നെ മൊഴിയുകയുണ്ടായി, ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ മുഴുവൻ സ്വന്തക്കാരെക്കാളും എന്നെ പ്രിയം വെച്ചാലല്ലാതെ ഒരിക്കലും പരിപൂർണ വിശ്വാസിയാവുകയില്ല. മുത്തുനബിയുടെ കുടുംബത്തെ സ്നേഹിക്കേണ്ടതിൻ്റെ അനിവാര്യത അറിയാൻ ഈ ഒരൊറ്റ ആയത്ത് മതി. ഖുല്ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ. മാതാപിതാക്കളോടുള്ള സ്നേഹത്തിനും അതിപ്രാധാന്യമാണ് ഇസ്ലാം നൽകുന്നത്. അല്ലാഹു പറയുന്നു, അനിഷ്കുറുലി വലിവാലിദൈക, എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യുക, ഒപ്പം മാതാപിതാക്കൾക്കും. സ്നേഹത്തിൽ നിന്നാണല്ലോ നന്ദി ഉത്ഭവിക്കുന്നത്. അവനോടുള്ള സ്നേഹോഷ്മളമായ നന്ദി പ്രകടനത്തിൻ്റെ കൂടെ മാതാപിതാക്കൾക്കും വേണമെന്ന് ചേർത്തി പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യത അറിയാൻ കൂടുതൽ ആലോചന വേണ്ടതില്ല. മാത്രമല്ല, അല്ലാഹുവിൻ്റെ സ്നേഹം ലഭിക്കാൻ ഏറ്റവും മികച്ച വഴി മാതാപിതാക്കളെ സ്നേഹിക്കലാണ്. അതിൻ്റെ വിവരങ്ങളുടെ പാരാവാരമേകൊണ്ട് മാലാഖമാരോടും അവരുടെ ഗുരുവായ ഇബ്ലീസിനോടും സ്നേഹാദര സുജൂദ് ചെയ്യാൻ അല്ലാഹു ആജ്ഞാപിച്ചതിലൂടെ ഗുരുവര്യരെ സ്നേഹിക്കേണ്ടതിന് അനിവാര്യത വ്യക്തമാണ്. ഇസ്ലാം ഒരിക്കലും ഭീകരവാദമല്ല. വിമർശകരുടെ വാക്കുപോലെ വാളുകൊണ്ട് വളർന്നതല്ല ഇസ്ലാം, മറിച്ച് വാളുകൊണ്ട് മുറിവേറ്റ് വളർന്നതാണ്. അത് മുത്തുനബിയുടെയും സ്വഹാബത്തിൻ്റെയും ചരിത്രം വായിക്കുമ്പോൾ വ്യക്തമാണ്. ത്വയ്ഫിൻ്റെ മണ്ണിൽ പ്രബോധനത്തിനെന്ന മുത്തുനബിയെ കല്ലുകളും കൂക്കുവിളികളുമാണ് എതിരേറ്റ്. തത്സമയം ജിബ്രീൽ വന്ന് മുത്തുനബിയോട് ചോദിച്ചു, നബിയെ, ഈ കാണുന്ന പർവ്വതം അവർക്ക് മേൽ മറിച്ചിട്ട് ഞാൻ നശിപ്പിക്കാം, അങ്ങൊന്ന് സമ്മതം മൂളിയാൽ മതി. പക്ഷെ വേണ്ട എന്നായിരുന്നു അവിടുത്തെ മറുപടി. ഇതാണ് തിരുനബിയുടെ സീമകളില്ലാത്ത സ്നേഹ മനസ്സുകളും വജസ്സുകളും. നമുക്കറിയാം, ഹിജ്റ 5 തന്നെ കേരളത്തിൽ ഇസ്ലാം വന്നിട്ടുണ്ട്. അന്ന് സ്വഹാബത്ത് വരുമ്പോൾ ഇവിടെ ഒരൊറ്റ മുസ്ലിമുമില്ല. പിന്നെങ്ങനെ ഇന്നുള്ള ലക്ഷോപലക്ഷം മുസ്ലിങ്ങൾ ഉണ്ടായി? മറ്റൊന്നുകൊണ്ടുമല്ല, അവരുടെ സ്നേഹാർദ്ദമായ പ്രവൃത്തികൾ കൊണ്ടും സ്വഭാവം കൊണ്ടും തന്നെ. ഉത്തരേന്ത്യയിൽ സുൽത്താൻ ഖാജ തങ്ങളാൽ 10,000 ഇസ്ലാം പുലികിയതും മറ്റെന്തുകൊണ്ടുമല്ല. മാനുഷിക സ്നേഹത്തിന്റെ പരിഗണന അറിയാൻ ഈ ഒരൊറ്റ തിരുനബി വചനം തന്നെ ധാരാളം. ജാതിയും മതവും നോക്കാതെ മാനുഷിക സ്നേഹത്തിലൂന്നി കാരുണ്യ പ്രവർത്തനം ചെയ്താൽ അള്ളാഹുവിന്റെ കരുണാവർഷം ലഭിക്കുമെന്നാണ് ഈ തിരുനബി വചനം. സഹജീവികളായ മിണ്ടാപ്രാണികളോടും അതിരില്ലാത്ത സ്നേഹം കോരിച്ചൊരിയാനാണ് ഇസ്ലാമിക അധ്യാപനങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുന്നത്. പൂച്ചയെ കെട്ടിയിട്ട് സ്നേഹലംഘനം ചെയ്ത സ്ത്രീ നരകത്തിൽ പ്രവേശിച്ചു എന്ന തിരുനബി വചനം ഇതിനൊരു ഉദാഹരണമാണ്. മാത്രമല്ല, ഒരിക്കൽ തള്ളപക്ഷിയിൽ നിന്ന് തട്ടിയെടുത്ത കുഞ്ഞുങ്ങളുമായി തിരുസമീപം വന്ന വ്യക്തിയോട് അതിനെ മാതാവിൻ്റെ അടുത്തേക്ക് വിട്ടേക്കുക എന്ന് പഠിപ്പിച്ച പുന്നാര നബിയേക്കാൾ സജീവി സ്നേഹം പഠിപ്പിച്ച മറ്റാരുണ്ട്? ഇതേ മാതൃക തന്നെയാണ് സ്വഹാബത്തും ഔലിയാക്കളും പിന്തുടർന്നത്. സുൽത്താനുൽ ആരിഫീൻ റിഫായി ശൈഖിന്റെ ചരിത്രം നാം കേട്ടറിഞ്ഞവരാണ്. പള്ളിയിലേക്ക് പുറപ്പെടുന്ന സമയത്താണ് കുപ്പായ കൈയിൽ പൂച്ച ഉറങ്ങുന്ന കാഴ്ച കാണുന്നത്. അതിനെ വിരട്ടി ഓടിക്കുന്നതിന് പകരം ആ കുപ്പായ കൈ മുറിച്ച് ഹാഫ് കൈ ഷർട്ടുമായി പള്ളിയിലേക്ക് പോയ ശൈഖിന്റെ സജീവി സ്നേഹത്തിന് സീമകളുണ്ടോ? ഇതേ ശൈഖ് തന്നെയാണ് വൈവക്കൽ വിറമേറ്റ് കിടന്ന ചാവാലിപ്പട്ടിയെ ദിവസങ്ങളോളം പരിപാലിച്ച് സജീവി സ്നേഹത്തിന്റെ ഉദാത്ത മാതൃക നമുക്ക് പഠിപ്പിച്ചു തന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയോട് കൂടെ നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടി തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.